നമസ്കാരം. UPA സർക്കാർ ഭരിക്കുന്ന കാലത്ത് ക്രൂഡ് ഓയിൽ വില കൂടിയിട്ടും നമുക്ക് പെട്രോൾ വില കൂട്ടാതെ അതേ വിലയിൽ തന്നെയാണ് UPA സർക്കാർ നമുക്ക് തന്നതെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ അതിന് നമ്മൾ നൽകിയ വില കൂടി എല്ലാവരും അറിയണം. അതിൻ്റെ കടം തീർത്തത് NDA സർക്കാരാണ്. അതിനെപ്പറ്റിയുള്ള വാർത്തകൾ നമുക്കൊന്ന് നോക്കാം. ഭാരതത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു നാഴികക്കല്ല് കൂടി പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്തിൻ്റെ ഖജനാവിന് വലിയൊരു ബാധ്യതയായിരുന്ന ഓയിൽ ബോണ്ടുകൾ എന്ന ഭാരം മോദി സർക്കാർ പൂർണ്ണമായും ഇറക്കി വച്ചിരിക്കുന്നു. എന്താണ് ഈ ഓയിൽ ബോണ്ട്? എങ്ങനെയാണ് UPA സർക്കാർ ഇന്ത്യയെ ഒരു വലിയ കടക്കെണിയിലേക്ക് തള്ളിവിട്ടത്? ആ കടം വീട്ടാൻ നരേന്ദ്രമോദി സർക്കാർ എത്രത്തോളം പ്രയത്നിച്ചു? നമുക്ക് വിശദമായി പരിശോധിക്കാം. 2005 മുതൽ 2010 വരെയുള്ള കാലഘട്ടം ഓർക്കുക. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന UPA സർക്കാർ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കൂടിയപ്പോൾ ജനങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരു എളുപ്പവഴി കണ്ടെത്തി. എണ്ണക്കമ്പനികൾക്ക് നൽകേണ്ട സബ്സിഡി തുക പണമായി നൽകാതെ ഓയിൽ ബോണ്ടുകൾ എന്ന പേരിൽ കടപ്പത്രങ്ങൾ എഴുതി നൽകി. അതായത് അന്ന് അവർക്ക് നൽകേണ്ട പണം പലിശ സഹിതം ഭാവിയിൽ വരുന്ന സർക്കാരുകൾ വീട്ടിക്കൊള്ളട്ടെ എന്ന നിരുത്തരവാദപരമായ സമീപനമാണ് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ധനമന്ത്രി P. ചിദംബരവും സ്വീകരിച്ചത്. തങ്ങളുടെ ഭരണകാലത്ത് സാമ്പത്തിക ഭദ്രതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ അവർ വരും തലമുറയുടെ മേൽ വലിയൊരു കടബാധ്യത അടിച്ചേൽപ്പിച്ചു. ഏകദേശം 1.34 ലക്ഷം കോടി രൂപയുടെ മുതലും അതിൻ്റെ ഭീമമായ പലിശയും ചേർത്താൽ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഭാരതത്തിൻ്റെ ഖജനാവിൽ നിന്ന് ചോർന്നത്. 2014 മോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഖജനാവ് കാലിയായിരുന്നു എന്ന് മാത്രമല്ല, ഇത്തരം 10,000കണക്കിന് കോടികളുടെ കടപ്പത്രങ്ങൾ കാലാവധി പൂർത്തിയാക്കി പണം ആവശ്യപ്പെട്ട് സർക്കാരിന് മുന്നിലെത്തി. UPA വരുത്തിവെച്ച ഈ ഹാങ് ഓവർ അല്ലെങ്കിൽ ഈ സാമ്പത്തിക പാപം കഴുകിക്കളയുക എന്നത് മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു. പെട്രോൾ ഡീസൽ വിലകളിൽ മാറ്റം വരുത്തുമ്പോൾ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനങ്ങൾക്കിടയിലും ഈ പഴയ കടം വീട്ടാൻ സർക്കാർ കാണിച്ച ആർജവം എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഈ ഓയിൽ ബോണ്ടുകളുടെ പലിശ ഇനത്തിൽ മാത്രം മോദി സർക്കാർ അടച്ചു തീർത്തത്. വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാമായിരുന്ന ഈ വലിയ തുക പഴയ സർക്കാരിൻ്റെ വീഴ്ചകൾ പരിഹരിക്കാനാണ് ചെലവാക്കേണ്ടി വന്നത്. ഇപ്പോൾ ഇതാ 2026 തുടക്കത്തിൽ ആ അവസാന ഗഡുവും സർക്കാർ അടച്ചു തീർത്തിരിക്കുന്നു. ഇതിലൂടെ നരേന്ദ്രമോദി സർക്കാർ തെളിയിക്കുന്നത് തങ്ങൾ ഒരു ജനപ്രിയ സർക്കാർ മാത്രമല്ല, ഉത്തരവാദിത്തമുള്ള സാമ്പത്തിക മാനേജ്മെന്റ് നടത്തുന്ന സർക്കാർ കൂടിയാണ് എന്നാണ്. ഈ കടം തീർന്നതോടെ ഇനി ഓരോ വർഷവും ബജറ്റിൽ നിന്ന് പലിശയായി നൽകിയിരുന്ന വലിയൊരു തുക ലാഭിക്കാൻ സാധിക്കും. അത് രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കും വലിയ കരുത്താകും. കടം വാങ്ങി നാട് ഭരിക്കുന്ന UPA ശൈലിയിൽ നിന്ന് കടം വീട്ടുകയും നാടിനെ വികസിപ്പിക്കുകയും ചെയ്യുന്ന മോദി ശൈലിയിലേക്കുള്ള മാറ്റമാണ് നാം ഇന്ന് കാണുന്നത്. ചുരുക്കത്തിൽ പഴയ സർക്കാരുകൾ വരുത്തിവെച്ച ബാധ്യതകളിൽ നിന്ന് ഭാരതം ഇന്ന് പൂർണ്ണമായി മുക്തമായിരിക്കുന്നു. സുതാര്യമായ സാമ്പത്തിക നയങ്ങളിലൂടെ ഭാരതത്തെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കാനുള്ള മോദി സർക്കാരിൻ്റെ പ്രയാണത്തിൽ ഇതൊരു വലിയ വിജയമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.